പുതിയൊരു സൊമാറ്റോ വീഡിയോയിലേക്ക് സ്വാഗതം. സൊമാറ്റോയിൽ ഞാൻ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. ഒരു മാസത്തോളം കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഓർഡറൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 to വൈകുന്നേരം 4 മണിയാണ്. നമ്മുടെ സൊമാറ്റോ എസ്റ്റിമേറ്റ് പേ പറയുന്നതെന്ന് വെച്ചാൽ 380 മുതൽ 480 വരെ എങ്ങാണ്ടാണ്. ഓക്കെ, നല്ല മഴ കേട്ടോ. മഴ ഒരു രക്ഷയില്ല. ഞാൻ എന്താ 12 മണിയായപ്പോൾ തന്നെ ഓൺലൈനാക്കി. അപ്പോൾ തന്നെ ഹോട്ടൽ അരുണയെന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട്, നമ്മുടെ പാളയത്തുള്ള. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ എങ്ങാണ്ട് ഹോട്ടൽ അരുണ വരെ. നമ്മളിപ്പോൾ ഉള്ളത് വഞ്ചൂരാണ്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഫസ്റ്റ് ഓർഡർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ അരുണയിലോട്ട് പോകാം. അതാ അങ്ങനെ നമ്മൾ ഹോട്ടൽ അരുണയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 രൂപ ടിപ്പുണ്ട്. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. ഓ, അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് ഇതെടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് അയ്യോ മഴ 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 മഴ. ഓക്കെ, അതാ പിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പൂജപ്പുരയാണ്. ഇവിടെ തൊട്ട് നമ്മൾ ഡെലിവറി ലൊക്കേഷനായ പൂജപ്പുര വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. മഴയ്ക്ക് ഒരു സമയമില്ല, മഴ കൂടിക്കൂടി വരണം, ഒന്നും കാണാനും വയ്യ. എനിവേ, നമ്മൾ ആ ഡെലിവറി ലൊക്കേഷൻ വരെ 4.7 കിലോമീറ്റർ ഉണ്ട്. 12 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. പൂജപ്പുരയാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് നേരെ നമ്മൾ ആദ്യത്തെ ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകാം. അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് പോകുന്നു. ഇന്നത്തെ ആദ്യത്തെ ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ ഇവിടെയാണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസിൽ. നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. ഹലോ സോമാറ്റ്. ഓക്കെ. എടാ ദീപ ലീല. ഓക്കെ, ഇതാ ഡെലിവേർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് 85 രൂപയാണ്. നമ്മൾ ഓടിയത് 6.8 കിലോമീറ്റർ ആണ്. 10 രൂപ നമ്മുടെ കസ്റ്റമർ ടിപ്പ്, 25 രൂപ റെയിൻ ചാർജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. നമ്മളിപ്പോൾ ഉള്ളത് പൂജപ്പുരയാണ്. പൂജപ്പുര ഇവിടെ എവിടെന്നെങ്കിലൊക്കെ ഓർഡർ അടിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് കിള്ളിപ്പാലം കരമന റൂട്ട് പോവാം. കുറേ ദിവസം ഓടാതെ ഓടിയപ്പോൾ എല്ലാത്തിനും ഒരു പുതുമ പോലെ. മഴ ഇപ്പോഴാ ചെറിയൊരു ശമനമുണ്ട്. എന്നാലും നമ്മുടെ കാർമേഘങ്ങളൊക്കെ ഉണ്ട്. എനിവേ, നമുക്ക് പയ്യെ ഇവിടെ ഇങ്ങനെ കറങ്ങാം. ആ ഓർഡറിനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ബാർബിക്യൂ സ്പൈസിൽ നിന്നാണ്. 90 രൂപയുടെ ഓർഡറാണ്. ഓക്കെ, നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. വഴുതക്കാടുള്ള ബാർബിക്യൂ സ്പൈസിൽ നിന്നാണ് ഓർഡർ. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് നമ്മൾ വഴുതക്കാടുള്ള ബാർബിക്യൂ സ്പൈസ് വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോകാം. ഇതാണ് വഴുതക്കാട് ബാർബിക്യൂ സ്പൈസ്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചിക്കൻ അൽഫാം മന്തിയാണ് ഓർഡർ. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഓർഡറാണ്. ഇതുകൊണ്ട് നമ്മൾ ആ വണ്ടിയിൽ വച്ചിട്ട് നമ്മൾ ഡെലിവറി ലൊക്കേഷൻ നോക്കാം. കുറച്ച് ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പേയാടാണ്. 7 കിലോമീറ്റർ ഉണ്ട്. 17 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. എനിക്ക് ഈ ഒരു കാലാവസ്ഥയിൽ വണ്ടി ഓടിക്കാനാണ് ഇഷ്ടം. ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ മാത്രം മതി. ഭയങ്കര ഒരു മഴ വേണ്ട, ചെറിയൊരു ചാറ്റൽ മഴ. അതാകുമ്പോൾ നമുക്ക് റെയിൻ ചാർജ് കിട്ടും. വലിയ ചൂടില്ല, വെയിലില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്തെന്ന് വെച്ചാൽ പയ്യെ പോകാൻ പറ്റുള്ളൂ. ഈ ഒരു മഴയത്ത് സ്പീഡിലൊക്കെ പോയി ആരെങ്കിലുമൊക്കെ ചാടി തന്നാൽ ബ്രേക്ക് പിടിച്ചാൽ ചറക്കി വീഴും. സംഭവം ഈ വണ്ടിയിൽ ABS അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ഈ വണ്ടിയിൽ ഇപ്പോൾ ഹോണും വർക്കാവുന്നില്ല. ഇതുകൊണ്ട് സർവീസ് സെൻറ്ററിൽ പോകണം. ഈ ഓല സർവീസ് സെൻറ്ററിൽ പോണ കാര്യമാണ് കഷ്ടം. അവിടെ പോകുമ്പോൾ തന്നെ അമ്മായി പറയും സാധനമില്ല, കുറേ ദിവസം എടുക്കും, വച്ചിട്ട് പോകാനെന്നൊക്കെ പറയും. ഈ വെയിലത്തും മഴയത്തും വണ്ടി അവിടെ കൊണ്ട് വച്ചിട്ട് പോകാനും തോന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ 80-80% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 70-80% ചാർജ് ബാക്കിയുള്ളൂ. ഈ ഒരു ചാർജ് മതിയാവും. നമുക്കൊരു 4 മണിക്കൂറോടെ ഇതൊക്കെ മതിയാവും. വൈകുന്നേരം പോകുമ്പോഴാണ് കുറച്ചുകൂടെ ചാർജ് വേണ്ടത്. എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോങ് ഒക്കെ അടിച്ചു തരും. ഈ ഒരു ടൈമിൽ മാക്സിമം പോയാൽ ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 60 കിലോമീറ്റർ അത്രയൊക്കെ ഓടേണ്ടി വരുള്ളൂ. വൈകുന്നേരം പോകുമ്പോഴാണ് ഒരു 100 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ ഓടേണ്ടി വരുന്നത്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഡെലിവറി ലൊക്കേഷനായ പേയാടോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ പേയാട്. ഞാൻ ഒരു നദിയൊക്കെ കടന്നാണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഹൗസ് നമ്പർ 61 നമുക്ക് കൊടുക്കാനുള്ളത്. അതാ ഇങ്ങോട്ട് തന്നെ ഹൗസ് നമ്പർ 61 നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു വന്ന പോലെ ഇങ്ങോട്ട് വരുന്ന വഴിയിലൊക്കെ വെള്ളപ്പൊക്കം കേട്ടോ. ഞാൻ 2-3 ഇങ്ങനെ റിവർ റാഫ്റ്റിംഗ് പോലെ നമ്മുടെ ഓഫ് റോഡിൽ പോകുന്ന പോലെയൊക്കെയാണ് ഞാൻ വന്നത്. അതാ ഈ വീട്ടിലാണ് ഡെലിവറി ചെയ്യാനുള്ളത്. ഹൗസ് നമ്പർ 61. ഇത് തന്നെ, ഈ 61. പുറത്ത് കസ്റ്റമറിനെ കാണാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് റീച്ചഡ് കൊടുത്തിട്ട് വിളിച്ചു നോക്കാം. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ കസ്റ്റമർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എനിവേ, നമുക്ക് റീച്ചർ കൊടുക്കാം. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 98 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 9.3 കിലോമീറ്റർ. 25 രൂപ റെയിൻ ചാർജ് കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ അടുത്ത ഓർഡർ വരുന്നുണ്ട്. ഓക്കെ, ലമിയ ഫുഡ് പാലസിൽ നിന്നാണ് ഓർഡർ. 151 രൂപയുടെ ഓർഡറാണ്. 25 രൂപ റെയിൻ ചാർജ് ഉണ്ട്, പിന്നെ 20 രൂപ ടിപ്പ് ഉണ്ട്. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നിട്ട് റെസ്റ്റോറൻറ്റ് വരെ വലിയ ദൂരമൊന്നുമില്ല. ജംഗ്ഷനിൽ തന്നെ. ഇവിടെ നിന്ന് 650 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വെള്ളപ്പൊക്കം ഇവിടെയാണ്. ലോറി പോകണം നോക്കും.
കടലിൽ അല അടിക്കുന്ന പോലെ ഉണ്ട്. നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിലൂടെയാണ് വണ്ടി ഓടിച്ച് പോകാനുള്ളത്. അയ്യോ, ഓ, വണ്ടിയിലെ പകുതിയോളം മുങ്ങിയാണ് പോണത്. ഇത് പിന്നെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് എഞ്ചിന് വെള്ളമൊന്നും കയറുമെന്നുള്ള പേടി വേണ്ട. ബാറ്ററി വെള്ളം കയറിയാൽ എല്ലാം പറ്റിയ പിന്നെ പോക്ക് മുതലാണ്. ബാറ്ററിക്ക് പിന്നെ വാറണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളം കയറി അമ്മ വാറണ്ടി തരുമായിരിക്കും, എനിക്ക് വലിയ പിടിയില്ല. എനിവേ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഫുഡ് പിക്ക് ചെയ്യാനുള്ള റെസ്റ്റോറൻറ്റ്. നമ്മളത് ആ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. റെഡി ആവില്ല ചേട്ടാ, ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ. ഇനിയും 1 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡിയാകുന്ന അവരോട് വെയിറ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് റെഡി ആയതും നമ്മുടെ ഹോട്ടലിൻ്റെ ഓർഡർ തന്നെ പുറത്തോട്ട് കൊണ്ടു തന്നതാണ്. ഞാൻ എന്താ ഫുഡ് അകത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്കഡ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഡെലിവറി ലൊക്കേഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. സോ നമ്മളെ ഡെലിവറി ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവല്ലമാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് പോകണം. എനിവേ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കാം. ഇവിടെ തൊട്ട് നമ്മളെ ഡെലിവറി ലൊക്കേഷനായ തിരുവല്ലം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 14 കിലോമീറ്റർ ഉണ്ട്. 30 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇതുപോലെ ഇന്നത്തെ എല്ലാ റൈഡറും റെയിൻ ചാർജ് 25 രൂപ വെച്ച് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ തിരുവല്ലത്തോട്ട് പോവാം. സോ ഇതാണ് നമ്മളെ അടുത്ത ലൊക്കേഷനായ പാച്ചല്ലൂർ. ഹൗസ് നമ്പർ 21 നമുക്ക് കൊടുക്കാനുള്ളത്. ഹൗസ് നമ്പർ 21 ഇനിയും ഒരു 60 മീറ്ററും കൂടെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇതാണ് ഹൗസ് നമ്പർ 21. പുറത്ത് കസ്റ്റമറിനെ കാണാത്ത സ്ഥിതിക്ക് നമുക്ക് വിളിക്കാം. ഹലോ, സൊമാറ്റോ എന്നാണ്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 203 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 14.4 കിലോമീറ്റർ ആണ്. 48 മിനിറ്റ് എടുത്തു. ഓക്കെ, നമ്മുടെ റെയിൻ ചാർജ് 25 രൂപ ഉണ്ട്, കസ്റ്റമർ ടിപ്പ് 20 രൂപ ഉണ്ട്, എല്ലാം കൂടെ 203 രൂപ കിട്ടി. അതെന്തായാലും കൊള്ളായിരുന്നു. സമയം എന്താ 1:58 ആയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ 3 ട്രിപ്പേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 5 ട്രിപ്പ് എടുത്താലേ നമുക്ക് നമ്മുടെ ലഞ്ച് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. സോ നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ലത്താണ്. നമുക്ക് മണക്കാട് റൂട്ട് പിടിക്കാം. അങ്ങോട്ട് പോകുമ്പോൾ ഓർഡറൊക്കെ അടിക്കുമായിരിക്കും. കുറേ ദിവസമായി ലോട്ടറി എടുത്തിട്ട്. നമുക്ക് ഇവിടെ ഏതെങ്കിലും കടയിൽ ലോട്ടറി ഉണ്ടെങ്കിൽ ലോട്ടറി എടുക്കാം. ഇന്നത്തെ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞൊരു ലോട്ടറി കട, ഇവിടെ നിന്നത്തെ ലോട്ടറി എടുക്കുക. ചേട്ടാ, ഇന്നത്തെ ഉണ്ടോ? ഇപ്പോൾ എന്നും 1 കോടി തന്നെയല്ലേ സമ്മാനം? ഗൂഗിൾ പേ ഉണ്ടല്ലോ. സോ അങ്ങനെ ഇന്നത്തെ ലോട്ടറി എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം ഇന്നത്തെ ലോട്ടറി അടിക്കോ ഇല്ലേ എന്നുള്ളത്. 1 കോടിയിലാണ് സമ്മാനം കേട്ടോ. 1 കോടി നമുക്ക് അടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. 1 കോടി അടിച്ചാൽ ഞാൻ കുറച്ച് പൈസ ഗീവ് അവേ ചെയ്യാൻ കഴിയും. നമ്മളിതാ ഇപ്പോൾ ഉള്ളത് തിരുവല്ലം ജംഗ്ഷനിലാണ്. തിരുവല്ലം ക്ഷേത്രത്തിൽ എന്തോ പരിപാടി നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് പാട്ടും ബഹളമൊക്കെ. ഇവിടെ ക്ഷേത്രത്തിൽ എന്താ കേട്ടോ വിശേഷം? ഉത്സവമാണോ? എന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവല്ല ക്ഷേത്രത്തിൽ ഉത്സവം എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. 30-ാം തീയതി വരെ ഉണ്ട്. ഇന്ന് 24 ആയതേ ഉള്ളൂ. ഇനിയും ഒരു 6 ദിവസം കൂടെ ഉത്സവം ഉണ്ടെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് പോയാൽ ചിലപ്പോൾ ഊണൊക്കെ കിട്ടുമായിരിക്കും. നമുക്കൊരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വരാം. എനിവേ, അപ്പോൾ നമുക്ക് നേരെ മണക്കാടോട്ട് തന്നെ പോവാം. ഇവിടെ നിന്നിട്ട് ഓർഡർ ഒന്നും കിട്ടുന്നില്ല. തിരുവല്ലത്ത് അമ്പലത്തറ എത്തിയപ്പോൾ നമ്മുടെ ബറോട്ട ഹട്ടിൽ നിന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട്. 52 രൂപയുടെ ഓർഡർ എങ്ങാണ്ടാണ്. ഞാൻ ഓർഡർ അക്സെപ്റ്റ് ചെയ്ത്. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ബറോട്ട ഹട്ട് ഒരു ഏകദേശം 2 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. 2 ഇല്ലെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത പിക്കപ്പ് ലൊക്കേഷനായ ബറോട്ട ഹട്ടിലോട്ട് പോവാം. സോ അപ്പോൾ ഇതാണ് നമ്മളെ മണക്കാടുള്ള ബറോട്ട ഹട്ട്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. 5 കേരള പൊറോട്ട 1 ചിക്കൻ 65 ആണ് ഓർഡർ. ഗൈസ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡെലിവറിയിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എത്രയാണ്? എനിക്കിപ്പോൾ 200 രൂപ കിട്ടിയില്ലേ. എനിക്ക് ഇതിൽ നിന്നും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ 248 രൂപയാണ് ഏറ്റവും ടോപ്പായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി നമ്മുടെ ഓർഡർ പിക്ക് ചെയ്തിട്ട് വരാം. 5 പൊറോട്ടയും ചിക്കൻ 65 കിട്ടിയിട്ടുണ്ട്. ഇതാദ്യം നമ്മുടെ ബാഗിൽ വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളത് നോക്കാം. അപ്പോൾ പൂജപ്പുരയാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് 5.8 കിലോമീറ്റർ ഉണ്ട്. 15 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. മഴ വീണ്ടും നല്ല രീതിയിൽ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചാറ്റലായിരുന്നേ കൊള്ളായിരുന്നു. നല്ല ഭയങ്കര മഴയാണെങ്കിൽ റിസ്ക് ആണ്. എനിവേ, അപ്പോൾ നമുക്ക് നേരെ നമ്മളെ അടുത്ത ഡെലിവറി ലൊക്കേഷനിലോട്ട് പോവാം. സോ അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനകത്താണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. MSP നഗർ. ഓക്കെ, ഹൗസ് നമ്പർ 30. ഹൗസ് നമ്പർ 32. ഇതാണ് ഹൗസ് നമ്പർ 32. ഹൗസ് നമ്പർ 30 കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഹൗസ് നമ്പർ 30. പുറത്ത് കസ്റ്റമറിനെ കാണാനില്ല. അതാ കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 85 രൂപയാണ് കിട്ടിയത്. നമ്മളോട് 8.3 കിലോമീറ്റർ ആണ്. 44 മിനിറ്റ് എടുത്ത് 25 രൂപ റെയിൻ ചാർജ്, 5 രൂപ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ.
ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. സമയം അങ്ങനെ 2:50 ആയിട്ടുണ്ട്. നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് 4 മണി വരെയാണ്. ഇനി 1 മണിക്കൂറും 10 മിനിറ്റും കൂടെ ഉണ്ട്. സോ നമ്മളിപ്പോൾ ഉള്ളത് പൂജപ്പുരയാണ്. നമുക്ക് പൂജപ്പുര ജംഗ്ഷനിലോട്ട് പോവാം. അവിടെ പോയിട്ട് ഓർഡർ ഒന്നും അടിച്ചില്ലെങ്കിൽ നമുക്ക് കിള്ളിപ്പാലം കരമന റൂട്ട് പിടിക്കാം. നമ്മുടെ കുമാർ കഫേർ അങ്ങോട്ട് പോയാൽ എന്തായാലും ഓർഡർ അടിക്കും. ഓക്കെ, എനിവേ ഓഫ് ടു പൂജപ്പുര. ഗൈസ്, അങ്ങനെ ഹെവി റെയിൻ ആയതുകൊണ്ട് ഇവിടെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു നമ്മുടെ പൂജപ്പുര. അപ്പോൾ ഇതാ ഒരു ഓർഡർ വരുന്നുണ്ട്, ദിയ പിസ്സ ഹബ്. ഇത് എവിടെയാണോ എന്തോ. ഓക്കെ, നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. 96 രൂപയുടെ ഓർഡറാണ്. ടിപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടിപ്പ് തന്നതിന് സേ താങ്ക്സ് പറയാം. ഓപ്പോസിറ്റ് LBS കോളേജ്, കോളേജിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂജപ്പുര ജംഗ്ഷനിലാണ് കട. നല്ല മഴയുണ്ട്. നമുക്ക് നേരെ ആ കടയിലോട്ട് പോയി ഓർഡർ പിക്ക് ചെയ്യാം. അങ്ങനെ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ദിയ പിസ്സ ഹബ്. ഗൈസ്, ഒരു രക്ഷയില്ലാത്ത കീടിലം മഴ പറഞ്ഞു കേട്ടോ. ഓൾറെഡി ഇപ്പോൾ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഓ എൻ്റെ പൊന്നോ, കീടിലം മഴ പറഞ്ഞു. എന്താ മേഘമൊക്കെ നോക്ക്, ഗ്രേ കളർ ഇരിക്കുന്നു. എനിവേ നമുക്ക് നമ്മുടെ ഓർഡർ എന്തരായെന്ന് നോക്കാം. ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. ഇനിയും 3 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഓർഡർ റെഡിയാകുന്ന ഒരു അകത്ത് പോയി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴ. സോ അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. മഴ ഒരു രക്ഷയില്ല ഗൈസ്. എല്ലായിടത്തും വെള്ളപ്പൊക്കം. കടയിൽ പോകണമെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിൽ കൂടെയൊക്കെ നടന്നു പോയി. എനിവേ ഇതുകൊണ്ട് നമ്മളെ ബാഗിനകത്ത് വെച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. വണ്ടിയൊക്കെ ഇരുന്ന് നനഞ്ഞ് കൊവുന്ന് ബാഗൊക്കെ റെഡിയായി. അയ്യോ, നേമത്താണ് നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ളത്. ഇവിടെ നിന്ന് 5.8 കിലോമീറ്റർ ഉണ്ട്. 14 മിനിറ്റ് വേണമെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. മഴ ഒരു രക്ഷയില്ല, തിമിർത്ത് പെയ്യാണ്. ഇന്നത്തെ എല്ലാ റൈഡിനും നമുക്ക് റെയിൻ സർജ് ആയിട്ടുണ്ട് കേട്ടോ. മണിതാ 3:22 ഇതായിരിക്കും ചിലപ്പോൾ ലാസ്റ്റത്തെ റൈഡ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. എനിവേ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ നേമത്തോട്ട് പോവാം. അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ നേമത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഹൗസ് നമ്പർ കൊടുത്തിട്ടില്ല. കസ്റ്റമർ പുറത്തെന്താ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ കസ്റ്റമർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എനിവേ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 99 രൂപയാണ് കിട്ടിയത്. നമ്മൾ ഓടിയത് 7.1 കിലോമീറ്ററാണ്. 41 മിനിറ്റ് എടുത്ത്. അവിടെ റെയിൻ സർജ് കിട്ടിയിട്ടുണ്ട്, കസ്റ്റമർ ടിപ്പുണ്ട്, ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ ഉണ്ട്. എല്ലാം കൂടി ചേർത്താണ് 99 രൂപ. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. മണിയാണെങ്കിൽ 3:44 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് നേമത്തെ കുറച്ച് അകത്തോട്ടാണ്. നമുക്ക് എന്തായാലും നമ്മളെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകാം. പോണ വഴിയിൽ ഏതെങ്കിലും ഓർഡർ കിട്ടുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നേരെ വീട്. ഗൈസ്, ഉടനെ തന്നെ അടുത്ത ഓർഡർ അടിക്കുന്നുണ്ട് കേട്ടോ. റഹ്മത്ത് ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഓർഡർ. നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ നേമം ജംഗ്ഷനിലാണ് ഈ റഹ്മത്ത് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെ എങ്ങാണ്ടേ ഉള്ളൂ. ആ ഹോട്ടലിൽ നിന്ന് എപ്പോഴും നല്ല ഓർഡർ അടിക്കും കേട്ടോ. എപ്പോൾ നേമത്ത് വന്നാലും അവിടെ നിന്ന് ഓർഡർ അടിക്കും. റഹ്മത്ത് ഫാമിലി റെസ്റ്റോറൻറ്റ്. എനിവേ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. സോ ഇതാണ് റഹ്മത്ത് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓർഡർ എന്തായാലും നോക്കാം. ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. ഒരു ചിക്കൻ കൊത്ത് പൊറോട്ട, ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ 2 പൊറോട്ടയുമാണ് ഓർഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഡർ റെഡിയാകുന്ന വരെ അവിടെ വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ ഓർഡർ റെഡിയായി ഗൈസ്. നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ട് നമ്മളെ ഡെലിവറി ലൊക്കേഷൻ എങ്ങോട്ടെന്ന് പാക്കലാണ്. അപ്പം നമുക്ക് കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷൻ പാപ്പനങ്ങോട് തന്നെ. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ പാപ്പനങ്ങോട് വരെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കാം. 2.6 കിലോമീറ്ററേ ഉള്ളൂ. 10 മിനിറ്റ് മതി എന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് പറയുന്നത്. മഴയായതുകൊണ്ട് നല്ല കുറച്ച് ഏൺ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പയ്യൊക്കെ പോകാവും. ആരെങ്കിലുമൊക്കെ എടുത്ത് ചാടിത്തന്നാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ ചറക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് ടയർ. മൊട്ട ടയറൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ സൂപ്പറാണ്, ചറക്കി അങ്ങ് പോകും. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ചെരുപ്പ്. അടിയിൽ നല്ല ഗ്രിപ്പൊന്നും ഇല്ലാത്ത ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ മിക്ക കടയുടെ ഫ്രണ്ടിലും ടൈലൊക്കെയാണ്. അവിടെയും ചർച്ച വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. മഴയിൽ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റും. എനിവേ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഡെലിവറി ലൊക്കേഷനായ പാപ്പനങ്ങോടോട്ട് പോകും. അങ്ങനെ അടുത്ത ഡെലിവറി ലൊക്കേഷനായ പാപ്പനങ്ങോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹൗസ് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ എവിടെയോ ആണെന്നാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അതാ നമ്മുടെ റീച്ച്ഡ് ആയെന്ന് ഗൂഗിൾ മാപ്പ് പറയുന്നുണ്ട്. ഈ വീടോ ആയിരിക്കും. എനിവേ നമുക്ക് കസ്റ്റമറിനെ വിളിച്ച് നോക്കാം. ഹലോ, സൊമാറ്റോ എന്നാണ്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. 55 രൂപയാണ് കിട്ടിയത്. നമുക്ക് 20 രൂപ റെയിൻ സർജ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓടിയത് 3.9 കിലോമീറ്റർ ആണ്. 19 മിനിറ്റ് എടുത്തു. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ഓർഡർ പോവാം. ഓർഡർ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഓൺലൈൻ കാണിക്കുന്നുണ്ട്. മണി 4 ആയി. എൻ്റെ ഷിഫ്റ്റ് 4 മണി വരെ ഉള്ളൂ. എന്തായാലും നമുക്ക് വീട്ടിൻ്റെ അങ്ങോട്ട് പോവാം. ഇന്നത്തെ എല്ലാ ഡെലിവറിക്കും റെയിൻ സർജ് കിട്ടിയിട്ടുണ്ട്. 20-25 രൂപയൊക്കെ വെച്ച് കുറേ എമൗണ്ട് കിട്ടിക്കാണും. നമുക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം എല്ലാം കൂടെ എത്ര ഏൺ ചെയ്ത്. ഇന്ന് കുറച്ച് കൂടുതൽ ഏൺ ചെയ്ത് കാണും. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മളെ ലോട്ടറി റിസൾട്ട് നോക്കാനുണ്ട്.
എനിവേ ഓഫ് ടു വീട്. അങ്ങനെ 4:15 വീട്ടിലെത്തി. ഇന്ന് നമ്മളെല്ലാം കൂടെ 6 ഓർഡറാണ് എടുത്തത്. 570 രൂപ കിട്ടിയിട്ടുണ്ട്. ഇൻസെന്റീവ് കിട്ടിയിട്ടുണ്ട് 125 രൂപ. എല്ലാം കൂടെ 695 രൂപയാണ് കിട്ടിയത്. നമ്മൾ 4 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. ഇറങ്ങിയപ്പോൾ വണ്ടിയിൽ 89% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 43% ചാർജേ ബാക്കിയുള്ളൂ. നമ്മളിന്ന് എല്ലാം കൂടെ ഓടിയത് 56 കിലോമീറ്റർ ആണ്. 56 കിലോമീറ്റർ ഓടിയപ്പോഴാണ് 695 രൂപ കിട്ടിയത്. സോ മഴയത്ത് അത്യാവശ്യം ഓർഡേഴ്സ് ഏണിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ മഴയത്ത് സൂക്ഷിച്ചൊക്കെ പോവുക. നമുക്ക് നമ്മുടെ ലോട്ടറിയുടെ റിസൾട്ട് നോക്കില്ല, അതും കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ ലോട്ടറിയുടെ നമ്പർ. 1 കോടിയുടെ ലോട്ടറിയാണ്. 1 കോടി നമുക്കല്ല ഗൈസ്. പിന്നെ 30 ലക്ഷം ഇല്ല, 5 ലക്ഷം ഇല്ല, പിന്നെ 5000 വല്ല ഉണ്ടോ നോക്കാം. 55-24 ഇതിലൊന്നുമില്ല. 2000 ഇല്ല, 1000 അതും ഇല്ല. 500എങ്കിലും ഉണ്ടാ നോക്കാം. 55-99 ഉള്ളൂ. നമ്മളെ നമ്പർ 55-24. അപ്പോൾ ഇന്നത്തെ ലോട്ടറി അടിച്ചിട്ടില്ല ഗൈസ്. സോ ഇതാണ് ഒരു മാസം സൊമാറ്റോ ഓടിയപ്പോൾ കിട്ടിയ ഓർഡേഴ്സ് ഒക്കെ. മഴയാണ്ട് നല്ല ഓർഡേഴ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഏണിങ്സ് ഉണ്ട്. ഒന്നും കഴിക്കാതെയൊക്കെയാണ് പോയത്. നമുക്ക് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്തൊരു വീഡിയോ കാണാം.